അൽമാട്ടിയിലെ രണ്ടാമത്തെ ദിവസമായ ഇന്ന് നമ്മൾ പോകുന്നത് ഷിംബുലാക്ക് എന്ന മലമുകളിലോട്ടാണ്. മധ്യേഷ്യയിലെ ഏറ്റവും വലിയ സ്കീ റിസോർട്ടാണിത്. സമുദ്രനിരപ്പിൽ നിന്ന് 2200 മീറ്റർ ഉയരത്തിൽ സെയിൽസ്കി അലദാവു പർവ്വതനിരയിലെ മെഡ്യൂ താഴ്വരയുടെ മുകൾ ഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അൽമാട്ടിയിൽ നിന്നും ഏകദേശം 20 മിനിറ്റ് ദൂരം മാത്രമേ ഉള്ളൂ ഷിംബുലാക്കിലേക്ക്. മെഡ്യൂ വാലി എന്ന് പറയപ്പെടുന്ന ഭാഗത്തു കൂടിയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഇവിടെയുള്ള നദിയിൽ നിന്ന് പൈപ്പുകളിലാണ് അൽമാട്ടിയിലേക്കുള്ള വെള്ളം പമ്പ് ചെയ്യുന്നത്. അതിൻ്റെ പൈപ്പാണ് ഈ മഞ്ഞ കളറിൽ ഇടതുവശത്തായി നമുക്ക് കാണാൻ കഴിയുന്നത്. വീതിയുള്ള റോഡിൻ്റെ ഇരുവശത്തുമായി ധാരാളം മരങ്ങൾ പർവ്വതത്തിൻ്റെ അടിഭാഗം വരെ വളർന്നു നിൽപ്പുണ്ട്. കസാഖിസ്ഥാൻ്റെ മറ്റു സ്ഥലങ്ങളിൽ പോവുകയാണെങ്കിൽ ഇതുപോലെ മരങ്ങൾ നമുക്ക് ധാരാളമായി കാണാൻ സാധിക്കില്ല. അൽമാട്ടി പട്ടണം വിട്ടുകഴിഞ്ഞാൽ വൃക്ഷങ്ങൾ വളർന്നു നിൽക്കുന്നത് കാണുന്നത് വളരെ കുറവാണ്. കൂടുതലും കണ്ണെത്താ ദൂരത്തുള്ള പുൽമേടുകളാണ്. വൃക്ഷനിബിഡമായതിനാലാവണം അൽമാട്ടി ഒരു നഗരമായി രൂപപ്പെട്ടത്. ഈ കാണുന്നതാണ് അവലാഞ്ചി ബാരിയറുകൾ. വിൻ്റർ ആകുമ്പോൾ നഗരത്തിനു ചുറ്റുമുള്ള മലകൾ മുഴുവനായും മഞ്ഞുകൊണ്ട് മൂടും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഞ്ഞിടിച്ചിൽ ഉണ്ട്. ഉരുൾപൊട്ടൽ ഉണ്ടാകുമ്പോൾ മണ്ണും പാറയും എല്ലാം ഒഴുകി വരുന്നത് പോലെയാണ് മഞ്ഞിടിച്ചിൽ. അങ്ങനെ വരുന്ന മഞ്ഞിനെ തടഞ്ഞു നിർത്തി നഗരത്തെ സംരക്ഷിക്കേണ്ടതുണ്ട്. അതിനാണ് അവലാഞ്ചി ബാരിയറുകൾ സ്ഥാപിക്കുന്നത്. മെഡ്യൂ വാലിയിലൂടെ ആണിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സീ ലെവലിൽ നിന്നും 1700 അടി ഉയരത്തിലാണ് ഈ വാലി. ഇവിടം വരെ മാത്രമേ കാർ പോവുകയുള്ളൂ. ഇവിടെ നിന്ന് ഇനി മലമുകളിലോട്ട് കേബിൾ കാറിലാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ നിൽക്കുമ്പോൾ ഇന്ത്യക്കാരനാണെന്ന് മനസ്സിലാക്കി ഇവിടെയുള്ള ഒരു കസാഖ് പൗരൻ വന്ന് കുശലമൊക്കെ പറഞ്ഞിട്ട് ഒരു സെൽഫി എടുത്തിട്ട് പോയി. മുമ്പത്തെ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഇന്ത്യക്കാരെ ഇവിടെയുള്ളവർക്ക് വലിയ ബഹുമാനവും സ്നേഹവുമാണ്. വളരെ സ്നേഹത്തോടെയാണ് ഇവർ നമ്മളോട് പെരുമാറുന്നത്. 2011 കസാഖിസ്ഥാനിൽ നടന്ന വിൻ്റർ ഏഷ്യൻ ഗെയിംസിനു വേണ്ടിയാണ് ഇവിടെ ആധുനിക രീതിയിലുള്ള ഈ കേബിൾ കാർ സംവിധാനം നിർമ്മിച്ചത്. ഗ്ലാസും മരവും ഉപയോഗിച്ചാണ് ലോക നിലവാരത്തിൽ ഇവിടെ ഈ കേബിൾ കാർ സ്റ്റേഷൻ നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങ് ദൂരെയായി കാണുന്ന മലയാണ് ഷിംബുലാക്ക്. മെഡ്യൂ എന്നാണ് ഒന്നാമത്തെ ഈ സ്റ്റേഷൻ്റെ പേര്. ഇതുപോലെ 3 കേബിൾ കാർ സ്റ്റേഷൻ കയറി വേണം മുകളിലെത്താൻ. ഇവിടുന്ന് 3 കേബിൾ കാറിന് കൂടെ ഒറ്റ ടിക്കറ്റായി നമുക്ക് എടുക്കാവുന്നതാണ്. അഡൽറ്റിന് 5000 ടെങ്കയും 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് 2500 ടെങ്കയുമാണ് ചാർജ് ചെയ്യുന്നത്. അതായത് നമ്മുടെ നാട്ടിലെ 850 രൂപയും 450 രൂപയും. അങ്ങനെ ഞങ്ങൾ നമ്മുടെ ഗൊണ്ടോള കേബിൾ കാറിൽ കയറി. ഒരു 6 പേർക്ക് സുഖമായി യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു കേബിൾ കാറാണിത്. താഴെയായി ഒരു നദി ഒഴുകുന്നുണ്ട്. പ്രവിയേഷൻസായി എന്ന നദിയാണിത്. ഈ നദിയിൽ നിന്നാണ് നമ്മൾ മുമ്പ് കണ്ട പൈപ്പ് വഴി അൽമാട്ടിയിലേക്കുള്ള വെള്ളം പമ്പ് ചെയ്യുന്നത്. വിൻ്റർ ഗെയിംസ് ഒക്കെ നടത്താറുള്ള ഒരു സ്റ്റേഡിയമാണ് ഈ താഴെ കാണുന്നത്. താഴെ ഈ പോകുന്ന റോഡ് മലമുകളിലെ ഗ്ലേസിയർ ഒബ്സർവേഷൻ സ്റ്റേഷൻ വരെ ഉള്ളതാണ്. സമുദ്രനിരപ്പിൽ നിന്നും 10500 അടി ഉയരത്തിലാണ് ഷിംബുലാക്ക് സ്കീ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. മധ്യേഷ്യയിലെ ഏറ്റവും വലിയ സ്കീ റിസോർട്ടാണിത്. 1940കളിൽ അമേച്ചർ സ്കിയർമാരാണ് ഷിംബുലാക്ക് കണ്ടെത്തുന്നത്. പിന്നീട് സോവിയറ്റ് യൂണിയൻ ഈ സ്ഥലത്തെ മികച്ച ഒരു സ്കീയിങ് ഡെസ്റ്റിനേഷനായി മാറ്റിയെടുക്കുകയായിരുന്നു. 1500 മീറ്റർ നീളമുണ്ട് ഈ കേബിൾ കാർ സംവിധാനത്തിന്. ഈ കേബിൾ കാർ സംവിധാനം ഉണ്ടാക്കുന്നതിന് മുമ്പ് 3 മണിക്കൂർ നീളുന്ന മലകയറ്റത്തിലൂടെ വേണമായിരുന്നു ഈ റിസോർട്ടിൽ എത്തിച്ചേരാൻ. ഒരു റിസർവ്ഡ് ഏരിയ ആണെങ്കിലും അൽമാട്ടിയിലെ പല സമ്പന്നരും ഇവിടെ വീട് വെച്ചിട്ടുണ്ട്. കേബിൾ കാറിൻ്റെ ഗ്ലാസുകളെല്ലാം സ്ക്രാച്ച് ആയതുകൊണ്ട് പുറത്തുള്ള കാഴ്ചകളുടെ വ്യക്തത പരിമിതമാണ്. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ കേബിൾ കാർ സ്റ്റേഷനിലെത്തി. കേബിൾ കാറിൽ വന്നിറങ്ങുന്ന ആളുകൾക്കായിട്ട് റെസ്റ്റോറൻറ്റുകൾ, ബാറുകൾ, സുവനീർ ഷോപ്പുകൾ എന്നിവ എല്ലാമായി ഒരു എൻ്റർടൈൻമെൻറ്റ് ഏരിയ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പോൾ എന്ന ഇൻ്റർനാഷണൽ ബ്രാൻഡിൻ്റെ റെസ്റ്റോറൻറ്റ് അടക്കം ഇവിടെ ഉണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും
7200 അടി മുകളിലാണിപ്പോൾ ഉള്ളത്. ഇവിടെ നിന്നും ഇനിയും മുകളിലേക്ക് 2 കേബിൾ കാർ സ്റ്റേഷനുകൾ കൂടിയുണ്ട്. അതിൻ്റെയും സ്കീയിങ് ചെയ്യാനുള്ള റൂട്ടിൻ്റെയും ഒരു മാപ്പാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ കാണുന്നത് അവലാഞ്ച് സ്കെയിലാണ്. 1 മുതൽ 5 വരെയുള്ള തീവ്രതയിൽ ഇന്നത്തെ അവലാഞ്ച് സാധ്യത 3 ആണ്. അതായത് മഞ്ഞിടിച്ചിൽ ഉണ്ടാകാനുള്ള ഒരു 60% ചാൻസ് ഉണ്ടെന്നാണ് കാണിക്കുന്നത്. അടുത്ത സ്റ്റേഷനിൽ പോകാനായി ഇവിടുന്ന് ടിക്കറ്റ് സ്കാൻ ചെയ്തു. ഇനിയുള്ള കേബിൾ കാറുകളിൽ ഗൊണ്ടോളകൾക്ക് പുറമെ ചെയർ ലിഫ്റ്റുകളും ഉണ്ട്. സ്കീയിങ്ങിനായി പോകുന്നവർക്ക് എളുപ്പത്തിനു വേണ്ടിയാണ് ഈ ചെയർ ലിഫ്റ്റ് ഉപയോഗിക്കുന്നത്. അടുത്ത കേബിൾ കാറിൽ കയറി. തുടക്കത്തിൽ വലിയ മഞ്ഞില്ലായിരുന്നുവെങ്കിലും മുകളിലോട്ട് പോകുന്തോറും മഞ്ഞിൻ്റെ തീവ്രത വളരെ കൂടുതലായി വന്നു. ഞങ്ങൾ വന്ന ഇന്നത്തെ ദിവസം ഫോഗ് നന്നായി കൂടിയിട്ടുണ്ട്. ശരിക്കും ഇവിടെയുള്ള സ്കീയിങ് ചെയ്യാൻ വേണ്ടി ഉള്ളവരാണെങ്കിൽ ഡിസംബർ മുതൽ ഏപ്രിൽ വരെയുള്ള സമയത്ത് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലാത്ത സമയങ്ങളിൽ ഇതുപോലുള്ള മൂടൽമഞ്ഞ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇപ്പോൾ മുമ്പിലും പിറകിലുമുള്ള കേബിൾ കാർ പോലും കാണാൻ പറ്റാത്ത തരത്തിലുള്ള മൂടൽമഞ്ഞാണുള്ളത്. അങ്ങനെ ഞങ്ങൾ രണ്ടാമത്തെ ലാസ്കല സ്റ്റേഷനിലെത്തി. മരം കോച്ചുന്ന തണുപ്പാണെങ്കിലും ആദ്യമായി മഞ്ഞ് കാണുന്നതിൻ്റെ സന്തോഷത്തിലാണ് ഇവിടെ ഒരാൾ. ഇവിടെയും താഴെ കണ്ടതുപോലെ തന്നെ ഒരു അവലാഞ്ച് സ്കെയിൽ വെച്ചിട്ടുണ്ട്. അൽമാട്ടിയിൽ വരുന്ന ടൂറിസ്റ്റുകൾ എല്ലാം വരുന്ന ഒരു മെയിൻ ഡെസ്റ്റിനേഷനാണ് ഷിംബുലാക്ക് പർവ്വതനിരകൾ. ഇവിടെ ചൈനയിൽ നിന്ന് വന്ന ഒരു കൂട്ടം ടൂറിസ്റ്റുകൾ മഞ്ഞിൽ കിടന്ന് കളിക്കുകയാണ്. മൂടൽമഞ്ഞുള്ള ദിവസമാണെങ്കിൽ കൂടി സ്കീയിങ്ങിനായി ഒരുപാട് പേർ ഇന്നും ഇവിടെ വന്നിട്ടുണ്ട്. തണുപ്പ് നല്ല കൂടുതലാണെങ്കിലും മൂന്നാമത്തേതും അവസാനത്തേതുമായ കേബിൾ കാർ സ്റ്റേഷനിലേക്ക് കൂടി പോകാൻ ആയി ഞങ്ങൾ തീരുമാനിച്ചു. ഫോഗ് വീണ്ടും കൂടി വരുന്നതിനാൽ സ്കീയിങ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്ന് മൈക്കിലൂടെ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു. മഞ്ഞു മൂടിയ മേഘങ്ങൾക്കിടയിലൂടെ മൂന്നാമത്തെ കേബിൾ കാർ സ്റ്റേഷനിലെത്തി. സമുദ്രനിരപ്പിൽ നിന്നും 10500 അടി ഉയരത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ടോപ്പ് എലിവേഷനായ ഇവിടെ നിന്നാണ് മിക്കവരും സ്കീയിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ വന്ന ഓപ്പൺ ചെയർ ലിഫ്റ്റിൽ നിന്നും ചാടി ഇറങ്ങി നേരിട്ട് സ്കീയിങ്ങും ചിലർ ചെയ്യുന്നുണ്ട്. ഇവിടെ സ്നോ ബോർഡിങ്ങിനായുള്ള പ്രിപ്പറേഷനിലാണ് ഈ പെൺകുട്ടി. 1 മിനിറ്റ് കൊണ്ട് തന്നെ എല്ലാം സെറ്റ് ചെയ്ത ശേഷം നിമിഷ നേരം കൊണ്ട് മൂടൽമഞ്ഞിൻ്റെ ഉള്ളിലോട്ട് പോയി. അവിടെ ഉണ്ടായിരുന്ന ബാക്കി സ്കീയേഴ്സും കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ താഴേക്ക് പാഞ്ഞു. ഓക്സിജന്റെ അളവ് കുറയുന്നത് പോലെ തോന്നിയതുകൊണ്ട് ഒരുപാട് നേരം ഇവിടെ നിൽക്കാൻ പറ്റിയില്ല. അവിടെ കൂടുതൽ സമയം ചെലവഴിക്കും തോറും നമുക്ക് തലവേദന പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എയർ ഡെൻസിറ്റി കുറവുള്ളതിനാൽ ഹൈപ്പോക്സിമിയ പോലുള്ള ബുദ്ധിമുട്ടുകൾ ഈ ഓൾട്ടിറ്റ്യൂഡിൽ ചിലർക്ക് അനുഭവപ്പെടാം. സ്കീയിങ് ചെയ്യണമെന്ന് താല്പര്യമുണ്ടായിരുന്നുവെങ്കിലും ഫോഗ് ഉള്ളതിനാൽ വെറുതെ റിസ്ക് എടുക്കാൻ നിൽക്കാതെ അടുത്ത കേബിൾ കാറിൽ താഴേക്ക് ഇറങ്ങി.